സമരാഗ്നിയുടെ മുദ്രാവാക്യം അതൊരു പ്രശ്നമായിരുന്നു. എന്താണ് സമരാഗ്നിയുടെ മുദ്രാവാക്യം? ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണല്ലോ സമരാഗ്നി സംഘടിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താ? കേരളം എന്താ ചിന്തിക്കുന്നത്? കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും കഴിഞ്ഞ തവണ 85% ആൻറ്റി BJP ആയിരുന്നു. ഇപ്പോഴും മതവർഗീയ പ്രസ്ഥാനങ്ങളോട് സന്ധിയില്ലാതെ നിലപാട് സ്വീകരിക്കുന്ന വോട്ടർമാരാണ് കേരളത്തിലെ വോട്ടർമാർ. 85% വോട്ടർമാരും അങ്ങനെയാണ് ചിന്തിച്ചത്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ ഇതുപോലൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ ശക്തമായി ഉയർന്നു വരേണ്ട മുദ്രാവാക്യം BJPക്കെതിരെയല്ലേ? BJPക്കെതിരെ എന്തെങ്കിലും മുദ്രാവാക്യം, ഒരു പ്രസംഗം, പത്രസമ്മേളനത്തിൽ ഇടപെടൽ ഈ രണ്ടുപേരുടെ ഭാഗത്തുനിന്നുണ്ടായോ? പ്രാസംഗികരുടെ ഭാഗത്തുനിന്നുണ്ടായോ? നിങ്ങൾ നോക്കൂ, നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തവരല്ലേ? ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. എന്താണ് മുദ്രാവാക്യം എന്നുള്ളതായിരുന്നു സംശയം. ആർക്കും മുദ്രാവാക്യം എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ അത് ക്ലിയറായി. KPC പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞോടുകൂടി സമരാഗ്നിയുടെ മുദ്രാവാക്യം ഏറെക്കുറെ ആളുകൾക്ക് മനസ്സിലായി എന്നാണ് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് അതിനോട് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അഭിസംബോധന ചെയ്യുകയെന്നാണ്. ഞാനിപ്പോൾ CPIMൽ പ്രവർത്തിക്കുന്നയാളാണ്. ഞങ്ങൾ CPIM പ്രവർത്തിക്കുന്നവർ പരസ്പരം വിളിക്കുക സഖാവേന്നാണ്. കോൺഗ്രസ്സുകാർ പരസ്പരം കണ്ടാൽ അഭിസംബോധന ചെയ്യുന്ന പദമാണോ ഇത്? ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇത് അംഗീകരിക്കുമോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിളിക്കൽ എന്ന് പറഞ്ഞത് ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കും. കേരളത്തിൽ ഒരുപാട് സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരില്ലേ? അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം? ഇങ്ങനെയാണോ അഭിസംബോധന ചെയ്യുക? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇങ്ങനെയാണോ അഭിസംബോധന ചെയ്യുക? അപ്പോൾ ഇതൊക്കെ വളരെ കാര്യങ്ങൾ വ്യക്തമാണ്. BJPക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. അതുകൊണ്ടാണ് ഒരു MP പോലും KPCC പ്രസിഡന്റ് പേര് BJP സംസ്ഥാന പ്രസിഡന്റ് പേരായി പറഞ്ഞ് മാറിപ്പോയത്. പത്തനംതിട്ട MPക്ക് ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് K സുരേന്ദ്രൻ എന്ന് വിളിച്ചത്. അത് തെറ്റിപ്പോയതാകാം. പക്ഷേ എന്തുകൊണ്ടങ്ങനെ വരുന്നു? രണ്ടുപേരുടെയും പ്രസ്താവനകൾ എടുത്തു നോക്കൂ. ഈ കഴിഞ്ഞ 2 കൊല്ലം BJP പ്രസിഡന്റിൻ്റെയും കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെയും പ്രസംഗം എടുത്ത് പരിശോധിച്ചാൽ 2 പേരുടെയും പ്രസ്താവനകളും പ്രസംഗങ്ങളും ആൻറ്റി CPM ആൻറ്റി LDF മാത്രമാണ്. BJPക്കെതിരെ എന്തെങ്കിലും K സുധാകരൻ മിണ്ടിയിട്ടുണ്ടോ? മിണ്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് കോൺഗ്രസിലൊരു MPക്ക് പോലും ഇപ്പോൾ ആളെ മാറിപ്പോയിരിക്കുകയാണ്. ആരാണ് KPC പ്രസിഡന്റ് എന്ന് മാറുകയാണ്. കേരളത്തിലെ BJPയുടെ ഒരു സംസ്ഥാന ഘടകം എങ്ങനെയാണ് BJPയുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ പ്രവർത്തിക്കേണ്ടത് എന്ന് BJPയുടെ ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നു. അതിലും മനോഹരമായിട്ടാണ് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും BJPയുടെ രാഷ്ട്രീയം കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത്. അതാണ് പൊതുവേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യം.